ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. സംസ്ഥാനത്ത് വാണിജ്യ LPG പ്രതിസന്ധി അതിരൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. ഹോസ്റ്റലുകളുടെ പ്രവർത്തനവും പ്രതിസന്ധി. CC മുകുന്ദനെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടി സ്വീകരിച്ച് ഗീതാ ഗോപി. മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തിയെന്നാരോപിച്ചാണ് ഗീതാ ഗോപി CC മുകുന്ദന് വക്കീൽ നോട്ടീസ് അയച്ചത്. ശബരിമല യുവതീ പ്രവേശനത്തിലെ സർക്കാരിന്റെ മലക്കം മറിച്ചിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണെന്ന് KC വേണുഗോപാൽ MP. ശബരിമല വിഷയത്തിൽ LDFും കോൺഗ്രസും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. കായിക രംഗത്തിന്റെ ഭാഗമായി രാജ്യസഭാംഗത്വം നൽകിയാൽ സ്വീകരിക്കുമെന്നും നിലപാട്. കൊടുങ്ങല്ലൂർ മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ഞായറാഴ്ച 21-നാണ്. അശ്വതി കാവുതിയുണ്ട്. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് വാണിജ്യ LPG പ്രതിസന്ധി അതിരൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. ചില ഹോട്ടലുകൾ വിറകടുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. മധ്യകേരളത്തിൽ കൊച്ചി ഉദയംപേരൂരിലുള്ള പ്ലാന്റിൽ നിന്നാണ് സിലിണ്ടർ വിതരണം ചെയ്യുന്നത്. എന്നാൽ പ്ലാന്റ് പ്രവർത്തനം സ്തംഭിച്ചിരിക്കുകയാണ്. ഗാർഹിക സിലിണ്ടർ വിതരണം ചെയ്തിരുന്നുവെങ്കിലും അതും ഏറെക്കുറെ നിലച്ചു. സർക്കാർ തലത്തിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും കാര്യക്ഷമമല്ല. അതേസമയം സിലിണ്ടറുകളുടെ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ നടപടികളുമായി കേന്ദ്രം രംഗത്തെത്തി. സംസ്ഥാനങ്ങളിൽ വ്യാപക പരിശോധന നടത്തിവരികയാണ്. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ഇരിങ്ങാലക്കുട നഗരത്തിലും ഹോട്ടലുകൾ അടച്ചുപൂട്ടി. ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കൊളംബോ ഹോട്ടലാണ് അടച്ചുപൂട്ടിയത്. വ്യാവസായിക ആവശ്യത്തിനുള്ള LPG സിലിണ്ടർ ലഭിക്കാത്തതിനെ തുടർന്നാണ് ഹോട്ടൽ അടച്ചുപൂട്ടിയതെന്ന് ഹോട്ടൽ അധികൃതർ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ കറകളഞ്ഞ അമേരിക്കൻ ദാസ്യത്തിന്റെ തെളിവാണ് നിലവിലെ പാചകവാതക പ്രതിസന്ധിയെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് AITUC ജില്ലാ കമ്മിറ്റി തൃശൂർ AG's ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. AITUC ജില്ലാ പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി TK സുധീഷ്, സംസ്ഥാന സെക്രട്ടറി എലിസബത്ത് അസിസി, ജില്ലാ ഭാരവാഹികളായ KM ജയദേവൻ, P ശ്രീകുമാർ, രാകേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് LDF തൃശൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സുരേഷ് ഗോപി MPയുടെ ഓഫീസിന് സമീപം ബാരിക്കേഡ് നിരത്തി പോലീസ് മാർച്ച് നടന്നു. തുടർന്ന് നടന്ന യോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സഹമന്ത്രി പ്രശ്നത്തിൽ ഇടപെട്ട് ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. CPM തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ്, കോൺഗ്രസ് S നേതാവ് CR വത്സൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, CPI അസിസ്റ്റന്റ് സെക്രട്ടറി C സുമേഷ്, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ജെയിംസ് മുട്ടിക്കൽ, RJD നേതാവ് ഷോബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിനായി അമേരിക്കയും ഇസ്രായേലും നടത്തിയ യുദ്ധം, ആ യുദ്ധം തന്നെ അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, വഴിയാണ് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിലേക്കെല്ലാം യാതൊരു നടപടിയും സ്വീകരിക്കാത്ത കേന്ദ്രമാണ് BJP സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ കേന്ദ്ര പെട്രോളിയം വകുപ്പ് സഹമന്ത്രി ഏറ്റവും അനുചിതമായ ഒന്നായിരുന്നു എന്ന് ഈ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. അന്ന് പലരും അശരീരി പോലെ സംസാരിച്ചത് നമ്മുടെ എതിരാളികൾ ചിലർ, അവിടെ യുദ്ധം നടക്കുന്നതിന് നമുക്കെന്താണ്, നമ്മുടെ നാട്ടിൽ വല്ല കുഴപ്പമുണ്ടോ, ഇവിടെ ഭദ്രമല്ലേ. എന്നാൽ ഞങ്ങൾ അത് ഈ രാജ്യത്തിന്റെ മുമ്പാകെ വച്ച ആശങ്ക, പൂർണ്ണമായും ആ ആശങ്ക ഇന്ന് രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്നു, അതിന്റെ പ്രതിസന്ധികൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
പശ്ചിമേഷ്യൻ സംഘർഷവും പാചകവാതക പ്രതിസന്ധിയും രൂക്ഷമാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ സന്ദേശം സിനിമ വീണ്ടും ചർച്ചയാകുന്നു. ലോകത്തിന്റെ ഏതോ കോണിൽ നടക്കുന്ന യുദ്ധം ഇവിടെ നമ്മുടെ നാട്ടിലെ ഗ്യാസ് സിലിണ്ടറിന്റെ വിലയെ ബാധിക്കുമോ എന്ന് സംശയിക്കുന്നവർക്കുള്ള മറുപടി ഇന്ന് എല്ലാ തെരുവുകളിലുമുണ്ട്. ഇന്ധനക്ഷാമം മൂലം ഹോട്ടലുകൾ അടച്ചുപൂട്ടുകയും പാചകവാതകത്തിനായി ജനം നെട്ടോട്ടം ഓടുകയും ചെയ്യുമ്പോൾ മലയാളികൾക്ക് ഓർമ്മ വരുന്നത് സഖാവ് കോട്ടപ്പള്ളി പ്രഭാകരനെയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയം അടുക്കളയിലേക്ക് വരുമ്പോൾ സിനിമയിൽ അനുജൻ പ്രകാശൻ പരിഹാസത്തോടെ ചോദിക്കുന്നുണ്ട്, ഇവിടത്തെ കാര്യം പറയുമ്പോൾ എന്തിനാണ് അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നതെന്ന്. ഇതിന് കോട്ടപ്പള്ളി നൽകുന്ന മറുപടി മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണട എന്നാണ്. നിക്കാരോഗയിലെയും റൊമേനിയയിലെയും രാഷ്ട്രീയത്തെക്കുറിച്ച് കോട്ടപ്പള്ളി സംസാരിച്ചത് അന്ന് നമ്മെ ചിരിപ്പിച്ചെങ്കിലും ഹോർമൂസിലെ മിസൈൽ ആക്രമണം നമ്മുടെ വീട്ടിലെ സ്റ്റൗ കത്തുന്നത് തടയുമ്പോൾ ആ ദീർഘവീക്ഷണം ഞെട്ടലോടെയാണ് നാം തിരിച്ചറിയുന്നത്. ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റ് സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി. സത്യൻ അന്തിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പിറന്ന സന്ദേശം ഇന്നും പ്രസക്തമായി തുടരുന്നത് അതിലെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളുടെ ആഴം കൊണ്ടാണ്. അപ്പോ പുരിയിലെ ഇപ്പോ പുരിയത് എന്ന തലക്കെട്ടോടെയാണ് സോഷ്യൽ മീഡിയയിൽ സന്ദേശത്തിലെ രംഗങ്ങൾ പ്രചരിക്കുന്നത്. TCV തൃശൂർ. CC മുകുന്ദനെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടി സ്വീകരിച്ച് ഗീതാ ഗോപി. മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് ഗീതാ ഗോപി CC മുകുന്ദന് വക്കീൽ നോട്ടീസ് അയച്ചു. ഈ മാസം 16-നകം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ്. അഡ്വക്കേറ്റ് P. മുഹമ്മദ് ബഷീർ മുഖേനയാണ് നോട്ടീസ് അയച്ചത്. LDFന്റെയും CPIയുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് നിയമ നടപടി സ്വീകരിച്ചതെന്ന് ഗീതാ ഗോപി പറഞ്ഞു. നാട്ടികയിൽ CC മുകുന്ദന് പിന്തുണ നൽകുന്നതിൽ കോൺഗ്രസ് തീരുമാനം വൈകുന്നു. ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും മുകുന്ദന് കോൺഗ്രസ് ഉറപ്പൊന്നും നൽകിയിട്ടില്ല. നാട്ടികയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമെന്നാണ് പ്രാദേശിക നേതാക്കൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് DCC KPCC നേതൃത്വവുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കുന്നു. സ്ഥാനാർത്ഥി കാര്യത്തിൽ 2 ദിവസം കൂടി കാത്തിരിക്കാനാണ് മുകുന്ദന്റെ തീരുമാനം. കോൺഗ്രസിന്റെ മറുപടി അനുകൂലമല്ലെങ്കിൽ തന്നെ പിന്തുണയ്ക്കുന്നവരുടെ യോഗം വിളിച്ച് തുടർ തീരുമാനങ്ങളെടുക്കും. മുകുന്ദനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് BJP നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് പിന്തുണച്ചില്ലെങ്കിൽ BJP പിന്തുണ സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ CC മുകുന്ദൻ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. CPI വിട്ട CC മുകുന്ദനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി തൃശൂർ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. ശനിയാഴ്ച രാവിലെ ഡൽഹിയിലെ കേരള ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച. പിന്നാലെ മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ ജോസ് വള്ളൂർ മടങ്ങി. കോൺഗ്രസ് നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് വ്യാഴാഴ്ച രാത്രിയിലാണ് CC മുകുന്ദൻ ഡൽഹിയിലെത്തിയത്. തെരഞ്ഞെടുപ്പ് രംഗത്തെ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയുമോ എന്ന ചിന്തയിൽ നിന്നുള്ള മലക്കം മറിച്ചിലായേ ശബരിമലയിലെ യുവതീ പ്രവേശനത്തിലെ സർക്കാർ നിലപാട് മാറ്റത്തെ കാണാനാകൂവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നിലപാട് നേരത്തെ എടുക്കേണ്ടതായിരുന്നു, എങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. സുപ്രീംകോടതി വിധി വന്ന ഉടൻ തന്നെ ഇത്തരമൊരു സമവായത്തിലേക്ക് പോയി വിധി നടപ്പാക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് സുപ്രീംകോടതിയെ അന്ന് അറിയിച്ചിരുന്നുവെങ്കിൽ ഒരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സമയം വേണ്ടിവന്നു വിശ്വാസവിരുദ്ധ നിലപാട് മാറ്റിയിട്ട് മലക്കം മറിയാൻ. കേരള സമൂഹം ഇത് തിരിച്ചറിയും. ഇപ്പോഴെങ്കിലും തീരുമാനമെടുത്തത് നന്നായി. ജനവിരുദ്ധ നിലപാടുകൾ മാറ്റാൻ 2 മാസങ്ങൾക്കകം പുതിയ UDF സർക്കാർ വരും. ഇപ്പോഴത്തെ തീരുമാനം തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള സ്പോൺസേഡ് പ്രോഗ്രാമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. MP മാർ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണ്. പരിഭവവും പിണക്കവും എല്ലാവർക്കും ഉണ്ടാകുമെന്നും എന്നാൽ ഹൈക്കമാൻഡ് തീരുമാനത്തെ എല്ലാവരും അനുസരിക്കുമെന്നും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് KC വേണുഗോപാൽ മറുപടി നൽകി. ഇത് കേരള സമൂഹം തിരിച്ചറിയും. അത് മലക്കം മറിച്ചതാണെങ്കിൽ പോലും എടുത്തത് നന്നായി. ഈ സർക്കാരിന് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഇത്തരം ജനവിരുദ്ധമായ തീരുമാനങ്ങൾ മാറ്റാൻ ഒരു പുതിയ UDF സർക്കാർ 2 മാസങ്ങൾക്കകം വരും. ഇവര് എടുത്തിട്ടില്ലെങ്കിലും അവർക്കറിയാം. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ഗവൺമെന്റ്? നിങ്ങൾക്കറിയാം, അടുത്ത ദിവസങ്ങളിൽ കുറഞ്ഞ ദിവസങ്ങളിൽ ഈ 10 കൊല്ലം ചെയ്യാത്ത കാര്യം ലാസ്റ്റ് ഒരാഴ്ചക്കാലത്തേക്ക് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാൾക്ക് മനസ്സിലാവില്ലേ? ജനങ്ങൾ മുഴുവൻ വിഡ്ഢികളാണോ? അവർക്കെല്ലാം അറിയാം. കാരണം ഇതുവരെ ചെയ്യാൻ മനസ്സില്ലാത്തവർ അവസാനം ചെയ്യുന്നത് തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള സ്പോൺസേർഡ് പ്രോഗ്രാമാണ്. ശബരിമല വിഷയത്തിൽ LDFും കോൺഗ്രസും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണ്ഡിതരുടെയും തന്ത്രികളുടെയും അഭിപ്രായം മാനിക്കണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് വൈകി വന്ന വിവേകമാണ്. വിധി വന്നയുടൻ പൂർണ്ണമായ സ്വാഗതം ചെയ്ത് വിധി നടപ്പാക്കുമെന്ന നിലപാടിലായിരുന്നു ഇടതുപക്ഷ സർക്കാരും കോൺഗ്രസും. ഇക്കാര്യത്തിൽ പണ്ഡിതരുടെയും തന്ത്രികളുടെയും വിശ്വാസികളുടെയും വികാരം മാനിച്ച് ആചാരം സംരക്ഷിക്കണമെന്ന നിലപാട് താൻ വ്യക്തമാക്കിയിരുന്നുവെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. BJP വളരെ വ്യക്തമായിട്ട് ആവശ്യപ്പെട്ടത് പണ്ഡിതന്മാർ തീരുമാനിക്കട്ടെ, കോടതികളുടെ ഈ കാര്യങ്ങളെല്ലാം വിശ്വാസങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് വേണം എന്ന് പറഞ്ഞത് ഇപ്പോൾ
ഇത്രയും കൊല്ലം 7 കൊല്ലക്കാലം ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വന്ന കേരളം ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ, അതുകൊണ്ട് ജനങ്ങളോട് പരസ്യമായി മാപ്പ് പറയാൻ ഇടതുപക്ഷം തയ്യാറാകണം. അതുപോലെ കോൺഗ്രസ് എടുത്ത അവരുടെ നിലപാട്, ആ നിലപാടിൽ അവരും മാപ്പ് പറയാൻ എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ 2 കൂട്ടരും കേരളത്തെ കബളിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരസ്യമായി 2 കൂട്ടരും ഇക്കാര്യത്തിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് കോടതിയിൽ പുതിയ നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള ഇവരുടെ ഈ ഇരട്ടത്താപ്പ്, അവസരവാദപരമായ നിലപാട് ജനങ്ങളെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് രാഷ്ട്രീയ പ്രവർത്തകന്മാർ. ഈ 2 കൂട്ടരും ചെയ്ത ഇതാണ്. പ്രത്യേകിച്ച് ഇന്ന് അവരുടെ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ പ്രസ്താവന ഞാൻ ഇങ്ങോട്ട് പോലും വായിച്ചു. അവർ പറയുന്നു പണ്ഡിതന്മാരെ അതിനെപ്പറ്റി അറിയാവുന്ന ആളുകളാണ് തീരുമാനമെടുക്കേണ്ടത്, അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക എന്നാണ്. അവസരവാദത്തിന് അവാർഡ് കൊടുക്കുന്നെങ്കിൽ അവാർഡ് കിട്ടേണ്ട പാർട്ടി കേരളത്തിലെ CPM ആണ്, അതിൻ്റെ കേരള മുഖ്യമന്ത്രിയാണ്, അവരുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആണെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center. Tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring. Variety range of kitchen sinks. All in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. ഒരു പാർട്ടിയുടെയും ഭാഗമായി നിൽക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. K. കരുണാകരന്റെ കാലത്താണ് തനിക്ക് ജോലി കിട്ടിയത്. ഇടതുകാലത്തും നന്നായി പരിഗണിച്ചിട്ടുണ്ട്. 3 പാർട്ടികളുമായും ബന്ധമുണ്ട്. അടുത്തിടെ പ്രധാനമന്ത്രിയുടെ ദൂതൻ വന്ന് കണ്ടിരുന്നു. സുരേഷ് ഗോപിയും വിളിച്ചു. ഇടതുപക്ഷവും കോൺഗ്രസും മത്സരിക്കുന്നു എന്ന് ചോദിച്ചിരുന്നു. നിലവിൽ എല്ലാവരിൽ നിന്നും ലഭിക്കുന്ന സ്നേഹം തുടർന്നും ലഭിക്കാനാണ് താല്പര്യം. കായിക രംഗത്തിന്റെ ഭാഗമായി രാജ്യസഭാംഗത്വം നൽകിയാൽ സ്വീകരിക്കുമെന്നും IM വിജയൻ വ്യക്തമാക്കി. എന്നെ സംബന്ധിച്ച് ഈ 3 പേര് എൻ്റെ കൂടെയുണ്ട്. അപ്പം എനിക്കൊരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. 3 ആഴ്ച മുന്നേ മോദി സാർ വിട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ നിന്ന്. അപ്പോൾ ഞാൻ തന്നെ പോയി പിക്ക് ചെയ്തതാണ് രജിസ്ട്രേഷൻ. എന്നിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വളർന്ന് ഇലക്ഷൻ ലഡേക്കാണ്. ഞാൻ പറഞ്ഞ ഇല്ല സാർ, ഞാൻ ഇലക്ഷൻ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ സുരേഷ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് എൻ്റെ ഈ ഒരു സ്നേഹം മതി, എനിക്ക് വേറെ അങ്ങനെ ഒരു പാർട്ടിയായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, എല്ലാവരും വേണം എനിക്ക്. പക്ഷേ ഞാൻ അല്ലായിരുന്നു സുരേഷ് ഗോപി എൻ്റെ പറഞ്ഞു, എല്ലാവരും ഒന്നും പറയണ്ടത്, നിങ്ങൾ എനിക്ക് ഒരു MP തന്നോ, ഇപ്പോൾ ഈ ഉഷയ്ക്ക് കൊടുത്ത പോലെ MP തന്നോ, അതിൽ ഞാൻ പാർട്ടി നോക്കില്ല, ഒരു സ്പോർട്സിൻ്റെ അത് വെച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ MP ആയി കിട്ടി കഴിഞ്ഞാൽ എന്തായാലും വരുന്നു പറഞ്ഞു. അല്ലാണ്ട് ഇങ്ങനെ ഒരു പാർട്ടിയിൽ ആയിട്ട് നിൽക്കാൻ എനിക്ക് എല്ലാവരും വേണം, ഞാൻ അങ്ങനെ കൊണ്ട് നടക്കണതാണ്. എൻ്റെ അടുത്ത് ഷാഫ് സാറ് വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ല, മറ്റേ CPM മറ്റേ ഇവർ ഇടതുപക്ഷം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഷാഫ് സാറിനെ അറിയാമല്ലോ, ഞാൻ നിൽക്കില്ല എന്നറിയാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കോൺഗ്രസ്സുകാർ പിന്നെ ഇഷ്ടം അല്ല, ഞാൻ പറഞ്ഞ ദാസ് മുഷിൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ്, ആ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ മാഡത്തിനോട് കൽക്കട്ടയിലുള്ള പണ്ടത്തെ പ്രസിഡൻ്റ് ആയിരുന്നു ഞങ്ങളുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ, ആൾ കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ആ മാഡം വിളിച്ച പിന്നെ മറ്റേ മേത്ര സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിൽക്കില്ല സാർ എന്ന് പറഞ്ഞു. അത് എല്ലാ കൊല്ലം ഉള്ളതാണ്, പക്ഷേ ഈ കൊല്ലം കുറച്ച് കൂടുതലായിരുന്നു. അല്ലാണ്ടിപ്പോൾ അമിത്ഷാ വിട്ടിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ ദീപസ്തംഭത്തിന് കീഴെയുള്ള വൃത്താകൃതിയിലുള്ള 2 കരിങ്കലുകൾ ഭഗവതി വീട്ടുകാർ കുഴിയെടുത്ത് മൂടി അതിന്മേൽ ചെമ്പട്ട് വിരിച്ച് കോഴിയെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ തച്ചോളി തറവാട്ടുകാരാണ് ആദ്യ കോഴിയെ സമർപ്പിക്കുന്നത്. കോഴിക്കല്ല് മൂടൽ ചടങ്ങോടെ ഭരണി ആഘോഷത്തിന് തുടക്കമാകും. 21-നാണ് അശ്വതി കാവുതിയുണ്ടൽ. ഭരണി നാളിൽ വെന്നിക്കൊടി നാട്ടുന്നതോടെ മീനഭരണി ആഘോഷം സമാപിക്കും.
ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. ജനകീയ റോഡിൽ പുന്നവീട്ടിൽ ജഗന്നിവാസൻ, സഹോദരി നന്ദിനി, കറുത്തവക ഗംഗാധരൻ, കൊച്ചുപറമ്പിൽ അമൽ എന്നിവർക്കാണ് കടിയേറ്റത്. ജഗന്നിവാസൻ വീട്ടിൽ വളർത്തിയിരുന്ന നായയാണ് അക്രമാസക്തനായത്. ജഗന്നിവാസനെയും സഹോദരിയെയും ആക്രമിച്ച ശേഷം നായ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഗംഗാധരനെ ശരീരമാസകലം നായ കടിച്ചുകീറി. മദ്രസയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അമലിന് കടിയേറ്റത്. പരിക്കേറ്റവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി. പേവിഷബാധ ലക്ഷണങ്ങളോടെ ആക്രമണ സ്വഭാവം കാണിച്ച നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ച സാഹചര്യത്തിൽ കടങ്ങോട് പഞ്ചായത്തിലെ തെരുവുനായ ശല്യം ഇല്ലാതാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാലാ പ്രകടനം നടത്തി. കൊല്ലൻപടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വെള്ളറക്കാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം DCC സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, സെക്രട്ടറി MH നൌഷാദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PN വിഷയകുമാർ, സാംസ്കാരിക സാഹിതി ജില്ലാ ചെയർമാൻ സത്താർ ആദൂർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈനി ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. യറവ് തോട്ടുപുഴ പറവന്റെ മോട്ടോർ ഷെഡ് തകർന്നിട്ട് 1 വർഷത്തോളമാകുന്നു. ഇനിയും കേടുപാടുകൾ തീർക്കാൻ കൃഷിവകുപ്പ് തയ്യാറായില്ലെങ്കിൽ നിലം തരിച്ചിടാൻ ഒരുങ്ങുകയാണ് കർഷകർ. 80 ഏക്കർ വരുന്ന തോട്ടുപുര പടവിന്റെ മോട്ടോർ ഷെഡിന്റെ മേൽക്കുര കഴിഞ്ഞ വർഷമുണ്ടായ മിന്നൽ ചുഴലിയിൽ ആണ് നിലംപൊത്തിയത്. അരുമ്പൂർ കൃഷിഭവനിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. മേൽക്കൂര പറന്നുപോയതോടെ സബ്മേഴ്സിബിൾ പമ്പ് സെറ്റിന്റെ ഇലക്ട്രിക്കൽ പാനൽ ബോർഡ് മഴ നനയാതിരിക്കാൻ ടാർപ്പായ വലിച്ചു കെട്ടിയാണ് താൽക്കാലിക പരിഹാരം കണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ കാറ്റിൽപ്പെട്ട് ടാർപ്പായയും നിലംപൊത്തി. മഴക്കാലം വന്നാൽ ഇലക്ട്രിക്കൽ പാനൽ ബോർഡ് അഴിച്ചുമാറ്റിവെച്ച് കൃഷിയിറക്കാറാകുമ്പോൾ തിരികെ കൊണ്ടുവയ്ക്കേണ്ട ഗതികേടിലാണ് കർഷകർ. ഇതിനായി ഏറെ അധ്വാനവും പണച്ചെലവും വരും. എത്രയും പെട്ടെന്ന് മോട്ടോർ ഷെഡ് അറ്റകുറ്റപ്പണി നടത്തി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ കൃഷി ഇറക്കാതെ തരിച്ചിടുമെന്ന് പാടശേഖര സമിതി സെക്രട്ടറി PK സുബ്രഹ്മണ്യൻ, പ്രസിഡന്റ് യതീന്ദ്രനാഥ് എന്നിവർ പറഞ്ഞു. അതേസമയം മോട്ടോർ ഷെഡ് നന്നാക്കുന്നതിനായി 52,000 രൂപ അടിയന്തര സഹായം അനുവദിച്ചിരുന്നുവെന്നും രജിസ്റ്റേർഡ് എഞ്ചിനീയറുടെ എസ്റ്റിമേറ്റ് ആവശ്യപ്പെട്ടിട്ടും പാടശേഖര സമിതി നൽകാത്തതാണ് തടസ്സമെന്നും കൃഷി ഓഫീസർ സ്വാതി സാബു പറഞ്ഞു. TCV തൃശൂർ. ചികിത്സാ പിഴവിനെ തുടർന്ന് കല്ലൂർ സ്വദേശി വട്ടക്കുഴി റാഫി ജോസ് കോമയിലായ സംഭവത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ തൃശൂർ ദയാ ആശുപത്രിയിലേക്ക് മാർച്ചും ജനപ്രതിനിധികൾ ഉപവാസ സമരവും നടത്തി. പ്രതിഷേധ സമരം ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെറോൺ ജോൺ, ജനനീതി ജില്ലാ പ്രസിഡന്റ് വിൽസൺ പണ്ടാരവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബത്തിന് നഷ്ടപരിഹാരമായി 50 ലക്ഷം രൂപ നൽകണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും റാഫിയുടെ ഭാര്യ ബിൻസി ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി കീഴേടം രാമൻ നമ്പൂതിരിയെ ദേവസ്വം ഭരണസമിതി തിരിച്ചെടുത്തു. 4 മാസത്തിലേറെയായി ക്ഷേത്രത്തിലെ കീഴ്ശാന്തി പ്രവർത്തികളിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഭക്തരുടെ മുൻപിൽ വെച്ച് ക്ഷേത്രം ശ്രീലക വാതിൽ കൊട്ടിയടച്ചതിനെ തുടർന്നുള്ള പരാതിയിലാണ് രാമൻ നമ്പൂതിരിയുടെ പേരിൽ നടപടിയെടുത്തത്. കഴിഞ്ഞ ഒക്ടോബർ 20-നായിരുന്നു സംഭവങ്ങൾക്ക് തുടക്കം. ദീപാരാധന സമയത്ത് ഭരണസമിതി അംഗം തൊഴാനെത്തിയപ്പോഴേക്കും ക്ഷേത്രനട അടയ്ക്കേണ്ട സമയമായിരുന്നുവെന്നാണ് പറയുന്നത്. കീഴേടം രാമൻ നമ്പൂതിരി ക്ഷേത്രം ശ്രീലക വാതിൽ അടച്ചു. സംഭവം ദേവസ്വം ഭരണസമിതിയിൽ പരാതിയായി വന്നു. ഈ സമയത്ത് നാലമ്പലത്തിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ, ക്ഷേത്രം മാനേജർ എന്നിവരിൽ നിന്നും ദേവസ്വം വിവരങ്ങൾ തേടുകയുണ്ടായി. രാമൻ നമ്പൂതിരിയിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെട്ടു. വിശദീകരണം തൃപ്തികരമല്ലാത്തതിനെ തുടർന്നാണ് കീഴ്ശാന്തി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. സംസ്ഥാനത്ത് നിലവിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. പ്രതിസന്ധി ഉണ്ടായാലും മറികടക്കാൻ സംസ്ഥാനം സജ്ജമാണെന്ന് മന്ത്രി പറഞ്ഞു. ജനങ്ങൾ സ്വയം വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കണം. ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഏർപ്പെടുത്തില്ലെന്നും K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ പടിഞ്ഞാറേ നടയിലെ അമ്യൂണിറ്റി സെന്ററിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുക്കുന്നതായി പരാതി. ഇതുമൂലം പരിസരത്ത് ദുർഗന്ധം രൂക്ഷമാണ്. കുടുംബശ്രീയുടെയും സ്വകാര്യ വ്യക്തികളുടെയും ഹോട്ടലുകൾക്ക് സമീപത്താണ് മാലിന്യം ഒഴുകുന്നത്. അമ്യൂണിറ്റി സെന്ററിന്റെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീക്കാണ്. മാലിന്യ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ.
കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. റംസാൻ നോമ്പുതുറ വിശേഷങ്ങളുമായി ഇനി റംസാൻ മുബാറക്. നോമ്പുകാലത്ത് ആരോഗ്യദായകമായ ഔഷധക്കഞ്ഞി വിതരണം ചെയ്ത് തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി ജുമാ മസ്ജിദ്. നോമ്പിന്റെ വ്രതശുദ്ധിയിൽ മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമ മാതൃക കൂടിയാണ് ഇവിടുത്തെ ഔഷധക്കഞ്ഞി വിതരണം. തൃശൂർ ചെട്ടിയങ്ങാടി പള്ളിയിൽ നോമ്പുകാലത്തോടനുബന്ധിച്ച് നടത്തുന്ന ഔഷധക്കഞ്ഞി വിതരണത്തിന് ദശാബ്ദങ്ങളുടെ പഴമയും സാഹോദര്യത്തിന്റെ പെരുമയുമുണ്ട്. ജാതി മത ഭേദമന്യേ നിരവധി ആളുകളാണ് ഔഷധക്കൂട്ടുകളടങ്ങിയ മസാലക്കഞ്ഞി വിതരണത്തിൽ പങ്കുകൊള്ളാൻ എത്തുന്നത്. ഓട്ടോ ഡ്രൈവറായിരുന്ന മുടിക്കോട് സ്വദേശി യാറത്ത് വളപ്പിൽ റഫീഖാണ് കഴിഞ്ഞ 47 വർഷമായി നോമ്പുതുറയ്ക്ക് മസാലക്കഞ്ഞി തയ്യാറാക്കുന്നത്. ഞാനിവിടെ 47 വർഷത്തോളമായി. നമ്മുടെ അവിടെ ഒരു കത്തീബ് ഉസ്താദ് ഉണ്ടായിരുന്നു. ആള് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള മെറ്റീരിയൽ ഐറ്റംസ് ഒക്കെ ഇട്ട് ഇവിടെ വിതരണം പണി ആരംഭിച്ചു. പിന്നെ കമ്മിറ്റിക്കാർ നല്ല സപ്പോർട്ടോടു കൂടി എല്ലാ കാര്യങ്ങളും നല്ല നല്ല സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊണ്ട് ഇവിടെ കഞ്ഞി വെച്ച് വരുന്നു. നോമ്പുകാലത്തെ സാധാരണ ദിവസങ്ങളിൽ മസാലക്കഞ്ഞിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും തയ്യാറാക്കുന്ന വിശിഷ്ട സ്വാദുള്ള മട്ടൻ കറിക്കഞ്ഞി ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഈ കഞ്ഞി കുടിക്കാൻ വിദൂര ദിക്കുകളിൽ നിന്ന് പോലും നിരവധി ആളുകളെത്തും. നോമ്പിലെ വെള്ളിയാഴ്ചകളിലും വിശേഷ ദിവസങ്ങളിലും 30 കിലോ മട്ടനും 100 കിലോ അരിയും ഉപയോഗിച്ചാണ് ഇറച്ചിക്കഞ്ഞി തയ്യാറാക്കുന്നത്. 2500ഓളം പേർക്കുള്ള കഞ്ഞിയാണ് ഇവിടെ ദിവസവും തയ്യാറാക്കുക. വിശ്വാസികൾ നൽകുന്ന തുക ഉപയോഗിച്ചാണ് കഞ്ഞി വിതരണം മുടങ്ങാതെ കൊണ്ടുപോകുന്നതെന്ന് പള്ളി കമ്മിറ്റി പ്രസിഡന്റ് A. അബ്ദുൽ ബാസിദ് പറഞ്ഞു. 1000-1500 പേരോളം ഇവിടെ നോമ്പ് തുറക്കാൻ തന്നെ ഉണ്ടായിരിക്കും. ഇവിടെ അതിന് അത്രയ്ക്കും തന്നെ നമ്മൾ പുറത്തേക്ക് കൊടുത്തേക്കും. ഇതിന്റെ എല്ലാം പൊതുജനങ്ങളുടെ സംഭാവന പ്രകാരമാണ് നമ്മളിത് വെച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു ജാതി മത വ്യത്യാസമില്ലാതെ ചോദിക്കുന്നവർക്ക് എല്ലാവരും നിർലോഭം നമ്മളിത് നൽകി പോരുന്നുണ്ട്. ഈ കഞ്ഞിയുടെ തമിഴ്നാട്ടിൽ നിന്നൊരു മുസ്ലിം തമിഴ് കത്തീബിന്റെ മെനു ആണ് ഇവിടെ നടത്തി പോരുന്നത്. സാധാരണ ദിവസങ്ങളിൽ 35,000 രൂപയും വിശേഷ ദിവസങ്ങളിൽ തയ്യാറാക്കുന്ന മട്ടൻ കഞ്ഞിക്ക് 55,000 രൂപയും ചെലവ് വരും. ഇത്തവണത്തെ നോമ്പുകാലത്ത് വിശേഷ ദിവസങ്ങളിൽ ജാർഖണ്ഡ് സ്വദേശി അൽത്താഫ് തയ്യാറാക്കി നൽകുന്ന കരിമ്പിൻ ജ്യൂസാണ് മറ്റൊരു പ്രത്യേകത. അവിടെ കരിമ്പ് ജ്യൂസാണ്. കരിമ്പ് ജ്യൂസ് ശുദ്ധമായി നമ്മുടെ കൊടുക്കുന്നത്. അവിടെ ഐസ് ഇല്ലാണ്ട് കൊടുക്കണം. ഐസ് പറയുമ്പോൾ നമ്മുടെ കൊടുക്കും. ഇത് ഈ പരിപാടി നമ്മുടെ കച്ചവടത്തിൽ നമ്മുടെ ഒരു 15-16 കൊല്ലം നമ്മുടെ ഇത് നടക്കുന്നത്. കരിമ്പ് ഒരു 1000 പരിപാടിയിൽ ഒരു 20 കെട്ട് കരിമ്പ് വേണ്ടിവരും. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വിധം സാംസ്കാരിക നഗരിയിലെ നന്മയുടെയും സാഹോദര്യത്തിന്റെയും ഇടം കൂടിയായി മാറുകയാണ് ചെട്ടിയങ്ങാടി പള്ളിയും ഇവിടുത്തെ ഔഷധക്കഞ്ഞി വിതരണവും. TCB ന്യൂസ്, തൃശൂർ. മറ്റു വാർത്തകളിലേക്ക്. ബെവ്കോ പ്രീമിയം കൗണ്ടറുകളിലെ മദ്യവിൽപ്പന ഞായറാഴ്ച മുതൽ ഡിജിറ്റൽ പേയ്മെന്റ് മാത്രമാകും. മാർച്ച് 15 മുതൽ സംസ്ഥാനത്തെ എല്ലാ സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടറുകളിലും പൂർണ്ണമായും ക്യാഷ്ലെസ് പേയ്മെന്റിലൂടെ മാത്രമേ മദ്യവിൽപ്പന നടത്താൻ പാടുള്ളൂവെന്നാണ് MD ഹർഷിത അട്ടലൂരി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പണത്തിന് പകരം ഡിജിറ്റൽ പേയ്മെന്റ് ഉപയോഗിക്കണമെന്നാണ് അറിയിപ്പ്. ഉപഭോക്താക്കളുടെ അറിവിനായി കൗണ്ടറുകളിൽ പ്രത്യേക ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. മാള ടൗണിൽ ടാക്സി ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ പശ്ചിമബംഗാൾ സ്വദേശിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ടാക്സി ഡ്രൈവർ നെയ്തക്കുടി സ്വദേശി ബാലനെ പകൽ സമയത്ത് ആക്രമിച്ച സംഭവത്തിലാണ് പശ്ചിമബംഗാൾ സ്വദേശി അടൂർ അറസ്റ്റിലായത്. കാറിൽ ചവിട്ടി നിന്ന് ബാലൻ ചോദ്യം ചെയ്തപ്പോഴുണ്ടായ തർക്കത്തെ തുടർന്നാണ് ആക്രമിച്ചത്.
തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ചു. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്രിസ്തീയ വിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിച്ചു. മാർ ബോസ്കോ പുത്തൂർ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ന്യൂനപക്ഷ കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, EWS മാനദണ്ഡങ്ങളുടെ പരിഷ്കരണം, മദ്യനയം എന്നീ വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുന്നണികളും നിലപാട് വ്യക്തമാക്കണമെന്ന് അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനിതാ കൺവീനർ J. ജോസഫൈൻ സംഘടനാ പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK ഷിബു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ TV സതീശൻ, പ്രസിഡന്റ് രഹ്ന P. ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. NGO യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു. സുഹൃത്ത് സമ്മേളനം UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനത്തിൽ KSTA ജില്ലാ പ്രസിഡന്റ് K. പ്രമോദ്, KGO ജില്ലാ സെക്രട്ടറി ഡോക്ടർ KR രാജീവ്, KGNA ജില്ലാ സെക്രട്ടറി അബിൻ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ പ്രസിഡന്റായി OP ബിജോയെയും ജില്ലാ സെക്രട്ടറിയായി PB ഹരിലാലിനെയും തെരഞ്ഞെടുത്തു. ചുട്ടുപൊള്ളുന്ന വേനൽ ചൂടിൽ കണ്ണിന് കുളിരേകി കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. പാതയോരങ്ങളിലും ഗ്രാമവഴികളിലും മഞ്ഞപ്പട്ടുടുത്തു നിൽക്കുന്ന കൊന്നമരങ്ങൾ ഐശ്വര്യപൂർണമായ വിഷുക്കാലത്തിന്റെ വരവറിയിക്കുകയാണ്. വേനൽച്ചൂടിൽ വെന്തുരുകുന്ന മണ്ണിൽ സ്വർണ്ണവർണ്ണം വാരി വിതറുന്ന കാഴ്ച നയനമനോഹരമാണ്. ഏപ്രിൽ പകുതിയോടെ എത്തുന്ന വിഷുവിനെ വരവേൽക്കാൻ പ്രകൃതി ഒരുങ്ങിക്കഴിഞ്ഞു. കാലം തെറ്റിപ്പെയ്യുന്ന മഴയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും വെല്ലുവിളിയാകുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് തന്നെ പൂവിട്ട് നിൽക്കുന്ന കണിക്കൊന്നകൾ പ്രകൃതിയുടെ അത്ഭുതമായി ഇന്നും തുടരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ പൊന്നരഞ്ഞാണമായി സങ്കല്പിക്കുന്ന കൊന്നപ്പൂക്കൾ വിഷുക്കണിയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. വിഷുദിനത്തിൽ വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കാൻ ഈ പുഷ്പങ്ങൾ അണിനിരക്കും. പാതയോരങ്ങളിൽ കൊന്നപ്പൂക്കൾക്കൊപ്പം നിന്ന് ചിത്രങ്ങൾ പകർത്തുന്ന തിരക്കിലാണ് വഴിയാത്രക്കാർ. കാഴ്ചക്കാരുടെ മനം കവരുന്ന ഈ മഞ്ഞ പകിട്ട് വരാനിരിക്കുന്ന സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും ഓർമ്മപ്പെടുത്തലാണ്. TCV ന്യൂസ്, കുന്നംകുളം. മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2021 അനുവദിച്ച കാർഷിക സംഭരണ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു. P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ് അധ്യക്ഷത വഹിച്ചു. കേരള ഗ്രോ ബ്രാൻഡ് ഷോപ്പിന്റെയും പഴം പച്ചക്കറി സംഭരണ കേന്ദ്രത്തിന്റെയും പ്രവർത്തനവും ആരംഭിച്ചു. വിവിധ ജനപ്രതിനിധികളും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പം നമ്മുടെ അന്തിക്കാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ വെളിച്ചെണ്ണ കൊക്കോലോ സംവിധാനം നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മളെ ഈ ഷോപ്പ് നമ്മളെ അതിരപ്പള്ളി ട്രൈബൽ വാലി. ആറാട്ടുപുഴ പൂരത്തിന് പൂരപ്പാടം ഒരുങ്ങുന്നു. തേവർ റോഡിന്റെ ഇരുവശത്തുമുള്ള 30 ഏക്കറിലധികം വിസ്തൃതിയുള്ള പാടം ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പൂരത്തിന്റെ പ്രധാന ആകർഷണമായ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുന്നത് ഈ പാടത്താണ്. ഈ മാസം 30-നാണ് ആറാട്ടുപുഴ പൂരം. നാട്ടികയിൽ വൻതോതിൽ കഞ്ചാവും മാരക ആയുധങ്ങളും പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. കഞ്ചാവ് എത്തിച്ചു നൽകിയ വലപ്പാട് സ്വദേശി പണിക്കവീട്ടിൽ മുഹമ്മദ് ഷെജിയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മീൻ പിടിക്കാനെന്ന വ്യാജേന കഞ്ചാവ് വിൽപ്പന നടത്തിയ നാട്ടിക ബീച്ച് സ്വദേശി പുഞ്ചപ്പാടത്ത് വീട്ടിൽ വിഷ്ണു നേരത്തെ അറസ്റ്റിലായിരുന്നു. ചായപ്പൊടി കച്ചവടത്തിന്റെ മറവിൽ ഇടുക്കിയിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയാണ് മുഹമ്മദ് ഷെജി വിഷ്ണുവിന് കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനം ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുമെന്ന് KS ഹംസ. പാഞ്ഞാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അംഗം എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KS ഹംസ ലീഗുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് CPM-ൽ ചേരുകയായിരുന്നു.
സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ആളൂർ സ്വദേശി വള്ളിവട്ടത്തുകാരൻ വീട്ടിൽ തിലകനെ കാപ്പ ചുമത്തി 3 മാസത്തേക്ക് നാടുകടത്തി. റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് DIG ടി നാരായണനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആളൂർ പോലീസ് സ്റ്റേഷൻ GSI ജയകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിബിൻ എന്നിവർ ഉത്തരവ് നടപ്പാക്കുന്നതിന് നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,635 രൂപ, പവന് 1,17,080 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് വാണിജ്യ LPG പ്രതിസന്ധി അതിരൂക്ഷം. ജില്ലയിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടിത്തുടങ്ങി. ഹോസ്റ്റലുകളുടെ പ്രവർത്തനവും പ്രതിസന്ധി. CC മുകുന്ദനെതിരെ മാനനഷ്ടത്തിന് നിയമ നടപടി സ്വീകരിച്ച് ഗീതാ ഗോപി. മാധ്യമങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തിയെന്നാരോപിച്ചാണ് ഗീതാ ഗോപി CC മുകുന്ദന് വക്കീൽ നോട്ടീസ് അയച്ചത്. ശബരിമല യുവതീ പ്രവേശനത്തിലെ സർക്കാരിന്റെ മലക്കം മറിച്ചിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് KC വേണുഗോപാൽ MP. ശബരിമല വിഷയത്തിൽ LDFും കോൺഗ്രസും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ. കായിക രംഗത്തിന്റെ ഭാഗമായി രാജ്യസഭാംഗത്വം നൽകിയാൽ സ്വീകരിക്കുമെന്നും നിലപാട്. കൊടുങ്ങല്ലൂർ മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ഞായറാഴ്ച 21-നാണ് അശ്വതി കാവുതിയുണ്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.